മാതാ അമൃതാനന്ദമയി, കേരളത്തിൻ്റെ അമ്മ, ഇന്ത്യയുടെ അമ്മ, ലോകത്തിൻ്റെ അമ്മ. വള്ളിക്കാവിലെ അമൃതപുരിയിൽ നിന്ന് അമ്മയായി വളർന്ന് പടർന്ന് പന്തലിച്ച മാതാ അമൃതാനന്ദമയി അക്ക സുധാമണി ഇടമണ്ണേൽ അക്ക കടപ്പുറം സുധാമണി. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിരിക്കും കേട്ടോ ഈ കടപ്പുറം സുധാമണി എന്നൊക്കെ പറയുമ്പോൾ. നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വീഡിയോ ആളിപ്പടരുകയാണ്. മാതാ അമൃതാനന്ദമയി മഠത്തിലെ മുൻ അന്തേവാസി നാരായണൻ KP ഉന്നയിച്ച ചില ആരോപണങ്ങളാണ് ഇതിന് പിന്നിൽ. ജനാധിപത്യ രാജ്യത്ത് ഒരാൾക്ക് തന്റെ അനുഭവം പറയാനും വിമർശിക്കാനും പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഈ വിഷയത്തെ മുൻനിർത്തി ചില വ്ലോഗർമാർ നടത്തുന്ന അശ്ലീലകരമായ മസാല കലർത്തിയ ഓഡിറ്റിങ്ങും അതിലവരുപയോഗിക്കുന്ന വിഷലിപ്തമായ ഭാഷയുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ടത്. അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞു, രാമകൃഷ്ണ മഠത്തിലൊക്കെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഡോക്ടർ, ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ മാതാ അമൃതാനന്ദമയി മഠത്തിൽ നടന്ന ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട അമൃതാനന്ദമയി മഠത്തിനെതിരെ നിരന്തരമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് അവിടുത്തെ മുൻ അന്തേവാസി നമ്മളുടെ നാട്ടിലെ കടപ്പുറം സുധാമണി, ഇതിലൊരാളാണ് സായി കൃഷ്ണ എന്ന വ്ലോഗർ. ഇയാൾ ഉപയോഗിക്കുന്നൊരു പ്രയോഗമുണ്ട്, കടപ്പുറം സുധാമണി. സായി കൃഷ്ണയോടാണ് ചോദിക്കാനുള്ളത്, എന്താണ് താങ്കൾ ഈ കടപ്പുറം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറപ്പുള്ളതോ സംസ്കാരശൂന്യമായതോ ആയ ഒന്നാണോ താങ്കൾക്ക് കടപ്പുറം? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണോ എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ വിളിച്ചു പറയുന്ന ഈ വാക്ക് ഒരു വലിയ ജനതയെയാണ് അധിക്ഷേപിക്കുന്നത്. ആലപ്പാട്ടെ തീരദേശ നിവാസികളെ, അല്ലെങ്കിൽ തീരദേശത്ത് താമസിക്കുന്ന ആളുകളെ ചെമ്മീനിലും അമരത്തിലും കാണുന്ന കഥാപാത്രങ്ങളായിട്ടാണോ നിങ്ങൾ കാണുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കേരളം മഹാപ്രളയത്തിൽ മുങ്ങിയപ്പോൾ ജീവൻ പണയപ്പെടുത്തി സ്വന്തം വള്ളവുമായിറങ്ങി ആയിരങ്ങളെ രക്ഷിച്ചവരാണ് ഈ തീരദേശവാസികൾ. അന്ന് അവരെ സൈന്യം എന്ന് വിളിച്ചു ആദരിച്ചവർ തന്നെ ഇന്നവരെ അധിക്ഷേപിക്കാൻ ഈ പേരുപയോഗിക്കുന്നത് എത്രത്തോളം നീചമാണ്. നിങ്ങളെപ്പോലെയുള്ള വ്ലോഗർമാർ പടച്ചുവിടുന്ന ഈ വിദ്വേഷം കാരണം സ്കൂളിലും കോളേജിലും പഠിക്കുന്ന തീരദേശത്തെ പെൺകുട്ടികൾ ഇന്ന് മാറ്റി നിർത്തപ്പെടുന്നു. സ്വന്തം സ്ഥലം പറയാൻ പോലും അവർ മടിക്കുന്ന അവസ്ഥയുണ്ടാകും. ഈ നാടിന്റെ അധപ്പതനത്തിന് കാരണം മയക്കുമരുന്നും കഞ്ചാവും കള്ളും മാത്രമല്ല, മറിച്ച് എത്തിക്കൽ ബോധമില്ലാത്ത ഇത്തരം വ്ലോഗർമാർ കൂടെയാണ്. തെറ്റ് ചെയ്യുന്നവരെ വിമർശിക്കാം, പക്ഷേ ഒരു സമൂഹത്തെ മുഴുവൻ അതിലേക്ക് വലിച്ചിഴക്കരുത്. ഈ വിവേചനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മുടെ സിനിമകൾ പോലും ഇതിന് വളമിട്ട് നൽകിയിട്ടുണ്ട്. 2014 സൂപ്പർ ഹിറ്റായ പ്രേമം എന്ന സിനിമ ഓർമ്മയില്ലേ? അതിൽ നായകനായ നിവിൻ പോളി ഉപയോഗിക്കുന്ന അരയത്തി എന്ന പരാമർശം വലിയൊരു ഉദാഹരണമാണ്. അന്ന് മേരിയെ ആദ്യമായി ബൈബിൾ വായിച്ച ദിവസം ഇട്ട ചുരിദാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മേരിയെ കാണാൻ എന്നാ എനിക്കൊരു 4 ഇഷ്ടം വേണം, നല്ല മൊരിഞ്ഞത്. നീ ആ കത്തിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്? മേരിയെ കാണാൻ എന്ത് ചാളവത്ത ലുക്കാണ്, അതൊന്നും ലുക്കാ. അയ്യോ, അങ്ങനെയൊക്കെ എഴുതിയില്ല. നീ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ചേടാ, ആ സമയത്ത് ഒരു അരയത്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അയ്യോ, അങ്ങനെ പറ്റിയതാണ്. മീൻ വിൽക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കാനോ താഴ്ത്തിക്കെട്ടാനോ വേണ്ടി അരയ സമുദായത്തിലെ സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്ന പ്രവണത കാലങ്ങളായി ഇവിടെയുണ്ട്. ഒരു വശത്ത് പ്രളയം വരുമ്പോൾ ഇവരെ കേരളത്തിന്റെ സൈന്യം എന്ന് വിളിച്ച് പുകഴ്ത്തും, മറുവശത്ത് സിനിമയിലും സോഷ്യൽ മീഡിയയിലും ഇവരെ പരിഹാസ കഥാപാത്രങ്ങളാക്കും. ഈ ഇരട്ടത്താപ്പാണ് മാറേണ്ടത്. ഇനി ഈ പറയുന്ന KP നാരായണന്റെ പശ്ചാത്തലം കൂടി നമ്മൾ അറിയണം. 28 വർഷം മുൻപ് കണ്ണൂരിലെ ബ്ലാത്തൂർ എന്ന ഗ്രാമത്തിൽ നിന്ന് വീട്ടുകാർ പുറത്താക്കിയപ്പോൾ മഠത്തിൽ അഭയം തേടിയ വ്യക്തിയാണ് ഈ നാരായണൻ. അന്ന് 1997 മഠം ഇത്ര വലിയ സാമ്പത്തിക ശക്തിയൊന്നുമല്ല. എന്നിട്ടും അഡ്രസ്സ് പോലും ചോദിക്കാതെ മോനെ എന്ന് വിളിച്ചു ചേർത്ത് നിർത്തിയ അമ്മയെയാണ് 28 വർഷത്തിന് ശേഷം ഇയാൾ ഇന്ന് അധിക്ഷേപിക്കുന്നത്. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച ഒരു ആത്മീയ കേന്ദ്രം അവിടെയുള്ള 72 വയസ്സുള്ള ഒരു സ്ത്രീ എങ്ങനെയാണ് അധോലോകം സൃഷ്ടിക്കുന്നത്? എവിടെയെങ്കിലും നടക്കുന്ന ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം എങ്ങനെയാണ് അമ്മയുടെ മാത്രം തലയിൽ കെട്ടിവെക്കുന്നത്? ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. വിമർശിക്കാം, പക്ഷേ അത് അന്തസ്സുള്ള ഭാഷയിലായിരിക്കണം. ഇവിടെയാണ് ധീവരസഭ പോലുള്ള തീരദേശവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനകളുടെ പങ്ക് ചർച്ചയാകുന്നത്. സ്വന്തം സമുദായത്തിലെ പെൺകുട്ടികളും സ്ത്രീകളും ഇത്തരത്തിൽ പൊതുമധ്യത്തിൽ അധിക്ഷേപിക്കപ്പെടുമ്പോൾ ഇത്തരം സംഘടനകൾ വേണ്ടത്ര ഗൗരവത്തോടെ പ്രതികരിക്കുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. ഇത്തരം നീചമായ പ്രവർത്തികൾ
അധികാരികളുടെ മുന്നിലെത്തിക്കാൻ ഇവർ വിട്ടുപോകുന്നത് കൊണ്ടാണ് സായി കൃഷ്ണയെ പോലുള്ളവർക്ക് ഇന്നും ഇത്ര ധൈര്യത്തോടെ അധിക്ഷേപ വാക്കുകൾ വിളിച്ചു പറയാൻ കഴിയും. വിവരദോഷികളായ ചിലർ കൈയടിക്കുന്നു എന്ന് കരുതി ഒരു നാടിനെയും അവിടുത്തെ സംസ്കാരത്തെയും തള്ളിപ്പറയുന്ന വ്ലോഗർമാരെ തിരിച്ചറിയുക. സൈബർ ഇടങ്ങൾ മറ്റുള്ളവരെ ചെളിവാരി എറിയാനുള്ള ഇടമല്ല, മറിച്ച് വിവേകത്തോടെ സംസാരിക്കാനുള്ള ഇടമാകണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.